ഒരു ബ്രാൻഡ് ലോഗോ ഉണ്ടാക്കാൻ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അങ്ങനെ കൂടുതൽ പേരും ലോഗോ ഉണ്ടാക്കുന്നത് പോലെ ഞങ്ങൾക്കും സ്വയം ലോഗോ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കരുതി. ഗ്രോക്ക്, ജെമിനി, ChatGPT എന്നീ AI കൊണ്ട് ഞങ്ങൾ ഒരുപാട് ലോഗോ ഉണ്ടാക്കി നോക്കി. പക്ഷേ ഇതിലെല്ലാം എന്തെല്ലാം കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ലോഗോ ഉണ്ടാക്കാനായി ഒരു ഏജൻസിയെ തിരയാൻ തുടങ്ങിയതും. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ബെസ്റ്റ് ഏജൻസിയെ കണ്ടെത്തുന്നത്, ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻ. അങ്ങനെ അവരുമായി സംസാരിച്ച് ഒരു 3 ലോഗോ ഉണ്ടാക്കി തരാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങൾക്ക് ഒരു ബ്രാൻഡിംഗ് പ്രപ്പോസലും അയച്ചു. അങ്ങനെ തുടക്കത്തിൽ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് GSTയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഒരു 15 ദിവസത്തിന് ശേഷം അവർ ഞങ്ങൾക്ക് 3 വേർഷൻസായി ലോഗോ ഉണ്ടാക്കി തന്നു. അതിൽ ആദ്യത്തെ ലോഗോ ഞങ്ങൾ സെലക്ട് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ബ്രാൻഡിന്റെ നേച്ചർ അത് മറ്റൊന്നിലായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഞങ്ങൾക്ക് ഒരുമിപ്പിക്കണമായിരുന്നു. ഞങ്ങളുടെ ആവശ്യപ്രകാരം അതും അവർ ചെയ്തു തന്നു. ഞങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് മോക്കപ്പ് എന്നീ ഓരോ ഡീറ്റെയിൽസും അവർ ഓരോ സെപ്പറേറ്റ് PDF ആയി അയച്ചു തന്നു. പലരും വിചാരിക്കും ലോഗോ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണെന്ന്. പക്ഷേ അതിനു പിന്നിലെ റിസർച്ചും ഓരോ ഡീറ്റെയിൽസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും ചിലർ അറിയാതെ പോകുന്നു. അപ്പോൾ വെറും ഒരു ലോഗോ ഉണ്ടാക്കുന്നതിലല്ല, ആ ബ്രാൻഡിന്റെ വിഷനും വാല്യൂവും കാണിക്കുന്നതിലാണ് കാര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.